കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണ റിപ്പോർട്ട് പോലീസ് ഡിസംബർ 13-നകം വീണ്ടും സമർപ്പിക്കണമെന്ന് വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണ റിപ്പോർട്ട് ഡിസംബർ 13-നുള്ളിൽ വീണ്ടും കോടതിയിൽ സമർപ്പിക്കണമെന്ന് വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സംഭവത്തിൽ അന്വേഷണത്തിൽ പോലീസ് അലംഭാവം കാണിക്കുന്നുവെന്നാരോപിച്ച് MSF നേതാവ് മുഹമ്മദ് കാസിം നൽകിയ ഹർജിയിൽ വടകര പോലീസ് അന്വേഷണ റിപ്പോർട്ട് ഈ മാസം 25-ന് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കേസ് പരിഗണനയ്ക്കെടുത്ത കോടതി കേസന്വേഷണത്തിന്റെ പുരോഗതി സംബന്ധിച്ച് വീണ്ടും റിപ്പോർട്ട് ആവശ്യപ്പെടുകയായിരുന്നു. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും വ്യാജ പ്രചരണവുമായി ബന്ധപ്പെട്ട് 24 പേരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തെന്നും കേസിന്റെ ഫോറൻസിക് റിപ്പോർട്ട് ഇതുവരെ ലഭ്യമായിട്ടില്ല, റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. മെറ്റയിൽ നിന്നുമാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ലഭിക്കേണ്ടതെന്നും ലഭിച്ചിട്ടില്ലെന്നുമാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. അരമണിക്കൂറോളമാണ് കേസിൽ വാദപ്രതിവാദങ്ങൾ നടന്നത്. കേസിൽ ആദ്യം പ്രതി ചേർത്ത മുഹമ്മദ് കാസിമിനെതിരെ 153A, 165, 469 തുടങ്ങി മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിനുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. എന്നാൽ മുഹമ്മദ് കാസിമിന്റെ പരാതിയിൽ 153 വകുപ്പ് മാത്രമാണ് ചേർത്തതെന്ന് വാദിഭാഗം കോടതിയെ ധരിപ്പിച്ചു. പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുള്ളവർ സാക്ഷി പട്ടികയിലാണുള്ളത്. കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. കോടതിയിലെ പ്രോസിക്യൂഷന്റെ റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്തു. ആ റിപ്പോർട്ട് പരിശോധിക്കാനായി തന്നു. പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് നിൽക്കുന്നതുകൊണ്ട് ആ റിപ്പോർട്ടിന്റെ കോപ്പി നൽകിയില്ലെങ്കിലും കേസിന്റെ വാദത്തിനായി അതിന്റെ പരിശോധനയ്ക്ക് തന്നു. അതിനുശേഷം ഈ കേസിൽ ഇപ്പോഴും 153A എന്ന ഒഫൻസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന ഫാക്റ്റ് മനസ്സിലായിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ഇത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് പേരുകൾ അതിനകത്ത് പറയുന്നുണ്ട്. ഒരുപാട് തരം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളെക്കുറിച്ചും വാട്സപ്പ് ഗ്രൂപ്പുകളെക്കുറിച്ചും പറയുന്നുണ്ട്. അതിൻ്റെ അഡ്മിന്മാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെ സാക്ഷികളായി വിസ്തരിച്ചിട്ടുമുണ്ട്. പോലീസിൻ്റെ മുമ്പിൽ പല സാക്ഷികൾ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആളുകളെ ഒന്നും പ്രതി ചേർത്തിട്ടില്ല. ഇപ്പോൾ പ്രതികളില്ലാത്ത അവസ്ഥയാണ് അതിന് പോകുന്നത്. ഈ വിവരം കോടതിയെ ധരിപ്പിച്ചു. കോടതി അപ്പോൾ ഇന്ന് ഒരു ഫർദർ റിപ്പോർട്ട് 15 ദിവസത്തിനകം ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അത് അടുത്ത 13-ാം തീയതി 13/12 കേസ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരുപാട് നമ്മൾ ഈ കേസിനെ സംബന്ധിച്ച് സെൻസേഷണലൈസ് ചെയ്യുന്നതിന് പകരം ഇതിനകത്തൊരു വലിയ പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരു കമ്മ്യൂണൽ ഡിസാർമണി ഉണ്ടാക്കുന്ന വ്യക്തികൾ ആരായിരുന്നാലും ആ ആളുകളെ നമുക്ക് നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ അവർ ഇനി ഉണ്ടാക്കാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചൊക്കെ കോടതിയിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. കോടതി വളരെ സീരിയസ് ആയി അതിനെ കാണുകയും അതിനുവേണ്ടിയുള്ള നടപടികളും മോണിറ്ററിങ്ങും ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.